കുഴിമന്തി കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാവത്തില്ല അല്ലേ? എന്നാൽ കുഴിമന്തി കഴിക്കുന്നത് അപകടമാണ് എന്ന തരത്തിലുള്ള പ്രചാരണവുമുണ്ട്. എന്നാൽ മന്തി സേഫായിട്ട് സുരക്ഷിതമായിട്ട് എങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞുതരാം. മന്തിയെ അപകടകാരിയാക്കുന്നത് 2-3 ഘടകങ്ങളാണ്. ഒന്ന്, ഈ മന്തി റൈസിനകത്ത് അവർ ഇത് പാകം ചെയ്യുന്ന സമയത്ത് ചേർത്തിരിക്കുന്ന മസാലകളോ ഓയിലോ നിങ്ങൾക്ക് വയറിനകത്ത് പ്രോബ്ലമോ അമിതമായ കാലറിയോ ഉണ്ടാക്കും. രണ്ടാമത്തത്, കോഴി ഇറച്ചി ഇതിനകത്ത് ചേർക്കുന്ന സമയത്ത് കോഴി ഇറച്ചിയുടെ പുറത്ത് പറ്റിയിരിക്കുന്ന ഈ കരിഞ്ഞു മൊരിഞ്ഞ ഭാഗങ്ങൾ നിങ്ങളുടെ കുടൽ നല്ലതല്ല. അത് ശരീരത്തിനകത്ത് ഒരു നീർക്കെട്ട് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് മയനൈസാണ്. സാധാരണഗതിയിൽ മലയാളികൾ ഈ മന്തി റൈസ് കഴിക്കുന്നത് മന്തി റൈസിനകത്തേക്ക് കുറച്ച് മയനൈസ് ഒഴിച്ച് കുഴച്ച്, നമ്മൾ കറികൾ ചേർത്ത് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് കഴിക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. ലോകത്ത് ഒരിടത്തും ഒരു മനുഷ്യരും മന്തി ഇങ്ങനെ കഴിക്കാറില്ല. എപ്പോഴും മയനൈസ് എന്ന് പറയുന്നത് ചിക്കനിൽ പേരിനെ നമ്മൾ അച്ചാറ് പോലെ തൊട്ട് കൂട്ടാൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കൂടുതലായിട്ട് ഉപയോഗിക്കരുത്. വളരെ ഹൈ കാലറി, ഉയർന്ന ഫാറ്റും ഉയർന്ന കൊളസ്ട്രോൾ, ഉയർന്ന കാലറി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് അപകടകരമാണ്. ഇനി ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കഴിക്കേണ്ടത് കുറച്ച് റൈസ് എടുക്കുക, നിറയെ സാലഡ് ഇതിനകത്ത് ചേർക്കുക. അത്യാവശ്യം സവാള അല്ലെങ്കിൽ ബീട്രൂട്ട് അരിഞ്ഞതോ ഇല്ലെങ്കിൽ സാലഡ് വെള്ളരിക്ക അരിഞ്ഞതോ നിറയെ ചേർത്തിട്ട് 1-2 പീസ് ചിക്കൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ചിക്കൻ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് ഈ കരിഞ്ഞു മൊരിഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അടർത്തി മാറ്റി ബാക്കി ചിക്കൻ ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. നിറയെ സാലഡിൻ്റെ ഒപ്പം കഴിക്കുന്നതുകൊണ്ട് കുറച്ച് മാത്രം നിങ്ങൾക്ക് മന്തി റൈസ് എടുത്താൽ മതിയാകും. മാത്രമല്ല, ഈ കോമ്പിനേഷൻ കഴിക്കുന്ന സമയത്ത് നിർബന്ധമായി ഇതോടൊപ്പം മയനൈസിന് പകരം തൈര് ഉപയോഗിക്കാൻ നോക്കുക. തൈര്, യോഗട്ട് എന്ന് പറയുന്ന മികച്ച പ്രോബയോട്ടിക്കാണ്. ഈ ഭക്ഷണം വയറിനകത്ത് കൂടുതൽ അപകടകരം ആകാതെ തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് മന്തി ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. സേഫായിട്ട് എല്ലാവരും കഴിക്കട്ടെ.